ബി ദിലീപ് കുമാർ ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഈ സംഘർഷ സമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപന പ്രസ്താവനകൾ നമുക്കറിയാം. ഓരോ ഘട്ടത്തിലും ഭീഷണി മുഴക്കുന്നു, അത് അണ്വായുധ ഭീഷണി വരെ എത്തി നിൽക്കുന്നു. അങ്ങനെ തികച്ചും പ്രകോപനപരമായ നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. പക്ഷേ ഇന്ത്യ സ്വീകരിച്ചതാകട്ടെ പക്വമായ സമീപനമാണ്, ഉത്തരവാദിത്ത പ്രതികരണം, ഉത്തരവാദ സ്വഭാവത്തിലുള്ള പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ തുടർച്ചയായി ഇത്തരത്തിൽ പ്രകോപനം നിലനിർത്തിക്കൊണ്ടുപോകാൻ തിടുക്കം കാണിച്ച പാകിസ്ഥാൻ വളരെ വേഗം ഒരു അടിയന്തര വെടിനിർത്തലിലേക്ക് എത്തിച്ചേർന്ന് എന്തുകൊണ്ടാണെന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ടല്ലോ. ഈ ആക്രമണം തുടർന്നുകൊണ്ടു പോകാൻ കഴിയാത്തൊരു നിലയിൽ കൂടിയായിരുന്നുവല്ലോ പാകിസ്ഥാൻ. ദിലീപ് കുമാർ, ഉന്മേഷ്, പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരുന്നത്. അത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആഗോളതലത്തിൽ തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന നിലയിലേക്ക് എത്തി. പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്ന പിന്തുണയൊന്നും അവർ പ്രതീക്ഷിച്ചിരുന്ന അവരുടെ സഖ്യ കക്ഷികൾ അല്ലെങ്കിൽ അവരോടൊപ്പം പിന്തുണയ്ക്കുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരാരും പിന്തുണയ്ക്കാൻ എത്തിയിരുന്നില്ല. ചൈനയുടെയൊക്കെ പ്രത്യക്ഷ പിന്തുണയാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പിന്തുണയ്ക്ക് ചൈന തയ്യാറായില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം അത് ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന നിലപാടാണ് ചൈനയും സ്വീകരിച്ചത്. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന അവസ്ഥ ഒരു വശത്ത്. മറുവശത്ത് പാകിസ്ഥാനിൽ തന്നെ ആഭ്യന്തര സംഘർഷം വളരെ ശക്തമാവുകയാണ്. ബലൂചിസ്ഥാൻ മേഖലയിലുള്ളവർ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട്. ദിലീപ് കുമാർ, ഒരു നിമിഷം, ശബ്ദത്തിൽ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം ദിലീപ് കുമാറിലേക്ക് എത്താം. എസ് വിജയകുമാർ ചേരുന്നുണ്ട്. വിജയകുമാർ, അപ്പോൾ ദിലീപ് കുമാർ സൂചിപ്പിച്ചതായിരുന്നു പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ അടിയന്തരമായി ഒരു വെടിനിർത്തലിന്റെ സാഹചര്യത്തിലേക്ക് അവർക്ക് എത്തേണ്ടി വന്നു, ഇന്ത്യ വിളിക്കേണ്ടി വന്നു, ഇത്തരത്തിലൊരു ചർച്ച നടത്തേണ്ടി വരുന്നുവെന്ന് ദിലീപ് കുമാർ വിശദീകരിക്കുകയായിരുന്നു. ഇതിൽ ഉന്മേഷ്, ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ ചർച്ചകൾ നടത്തുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് പലതവണ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ട്, പ്രതിരോധ മന്ത്രിയെ കണ്ടിട്ടുണ്ട്, സേനാ മേധാവികൾ പ്രതിരോധ മന്ത്രിയുമായി പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ രൂപപ്പെട്ടത്, നമ്മൾ ആ ഘട്ടത്തിലൊക്കെ ആലോചിച്ചത് ഇന്ത്യയുടെ അടുത്ത നടപടികളുടെ സ്വഭാവം ആയിരിക്കും ആലോചിക്കുക. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മളൊക്കെ നൽകിയതാണ്. അതിൻ്റെ ചുരുക്കം ഇങ്ങനെയായിരുന്നു: രാജ്യത്തിനെതിരായ ഏത് ഭീകര നടപടിയും ഇനി യുദ്ധമായി കണക്കാക്കും എന്നത് ഒരു ആ നിലയിലുള്ള ഒരു യുദ്ധം എന്ന നിലയിൽ കണക്കാക്കി അതിന് മറുപടി നൽകും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. അത് ഒരു പക്ഷേ രണ്ട് തരത്തിൽ നമുക്കതിനെ കാണാം. ഒന്ന്, ആ നിലയിൽ ഒരു നിയമനിർമ്മാണത്തെ പറ്റിയാണോ ആലോചിക്കുന്നത്, അതോ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ നൽകുന്ന മുന്നറിയിപ്പാണോ? ഇത് രണ്ട് തരത്തിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ അത്തരം ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വന്നിരുന്നു. അത് ഏത് തരത്തിലാണ് ഇനി അതിൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കാൻ പോവുക എന്നത് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ നിലയിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വെടിനിർത്തൽ ധാരണയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ എടുക്കേണ്ട പ്രിക്കോഷൻ, മുൻകരുതൽ നടപടികൾ ഇന്ത്യ ഒരു പരമാധികാര രാജ്യമെന്ന നിലയിൽ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും കരുതാൻ കഴിയുക. അതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാവാം അത്തരം ചില നീക്കങ്ങൾ, അത്തരം ചില പ്രസ്താവനകൾ, അത്തരം ചില ഇൻഫർമേഷൻ നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒറ്റ കാര്യം ഉറപ്പാണ് ഉന്മേഷ്, ഈ വെടിനിർത്തൽ എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് ലോകസമാധാനത്തിന് രണ്ട് മിലിറ്ററി പവറുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒട്ടും നല്ലതല്ല. അത് ഒരു പൊതു തത്വമായി അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ എന്നത് പാകിസ്ഥാന്റെ ആവശ്യമായിരുന്നു, പാകിസ്ഥാന്റെ മാത്രം ആവശ്യമായിരുന്നു എന്നതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.